നിങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇത് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ തൊഴിലാളികളെ രണ്ടാമത്തെ തവണയാണ് ഇവർ തടയുന്നത്. കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ നിന്ന് തടയുന്നു, ഗ്ലാസ് തിരിച്ച് കയറ്റി. നിങ്ങൾ കണ്ടല്ലോ. അപ്പം എല്ലാ തൊഴിലാളികൾക്കും മാന്യതയുണ്ട്, അവകാശങ്ങളും ഉണ്ട്. ഇവിടെ മരടിലുള്ളവർക്ക് മാത്രമല്ല, ഞങ്ങളും തൊഴിലാളികളാണ്, മുതലാളികളൊന്നുമല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാർട്ടപ്പാണിത്. ഞങ്ങൾക്കും യൂണിയനും കാര്യങ്ങളും ഉണ്ട്. സംരംഭകർക്ക് എന്ത് സപ്പോർട്ടാണ് ഇവിടെ കിട്ടുന്നത്? ഒന്നും വേണ്ട. GSTയും ടാക്സും എല്ലാ പേയ്മെൻറ്റും അടച്ചിട്ട് സ്വന്തം ലോഡ് ഇവിടെ വന്നിട്ട് അത് ഇവിടെ ഇറക്കാനുള്ള അവകാശമില്ല. സാധനം വാങ്ങിക്കാം, അൺലോഡ് ചെയ്യരുതെന്നുള്ള അവസ്ഥയാണ്. ഞങ്ങൾ സഹിച്ചോളാം, അതല്ലേ വേണ്ടത്. ഇപ്പോൾ ഏതാണ് ഇവിടെ അദ്ദേഹം ഇതിൻ്റെ യൂണിയൻ്റെ കൗൺസിലറാണ്. ഇത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ സ്ഥാപനം ഉൾപ്പെടെ, ഈ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് നോക്കിയാൽ കാണാൻ കഴിയും 10,000 ഗ്ലാസ്സുകളാണ് ഇവിടെ ഇറക്കി ഇവിടെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വന്നിട്ടുള്ള ഈ പണിത് കഴിഞ്ഞിട്ടുള്ള ഈ മുഴുവൻ ഗ്ലാസും ഈ നിൽക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് ഇവിടെ ഇറക്കി കൊടുത്തിട്ടുള്ളത്. വളരെ സേഫ്റ്റിയായി ആ ഗ്ലാസ് ഇറക്കുന്നതിന് പരിചയസമ്പന്നരായ തൊഴിലാളികളാണ് ഈ നിൽക്കുന്ന എല്ലാവരും. ഈ ഗ്ലാസ് ഇറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ലോഡ് വരുമ്പോൾ ഇത് ഈ അന്യസംസ്ഥാന തൊഴിലാളി കൊണ്ട് ഇറക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ തൊഴിലാളികൾ കണ്ടു, അവർ വന്ന് ഇടപെട്ടു. അങ്ങനെയാണിത് ഇങ്ങനെ പെൻഡിങ് ആയത്. ഇദ്ദേഹം നേരെ കൊണ്ട് മരട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊണ്ട് കൊടുത്ത്, പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ DLOക്ക് നിങ്ങൾ പരാതി കൊടുക്കുക, എന്നിട്ട് അങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പോൾ വീണ്ടും ഈ പുറത്തുനിന്നുള്ള തൊഴിലാളി കൊണ്ട് ഇറക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഈ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. 10-70 തൊഴിലാളികൾ ഈ ലോഡിങ് അൺലോഡിങ് പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികളാണ്. ഞങ്ങളുടെ കഞ്ഞിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ മണ്ണ് വാരി ഇടുന്നത്. ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവും ഉന്നയിച്ചിട്ടില്ല. ഇദ്ദേഹം പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഈ സാധനം എന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. സജോ ദേവസ്യ, ചൊവ്വാഴ്ച എന്താണ് നടന്നത്? നേരത്തെ സംരംഭകൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ? അതുകൂടി നമുക്കൊന്ന് നോക്കണം. ലോഡ് ഇറക്കുന്നതിനായി ലോഡ് അവിടെ എത്തിയത് ചൊവ്വാഴ്ചയാണ്. അന്ന് ഈ തൊഴിലാളികളും സംരംഭകരും തമ്മിൽ സംസാരിച്ചതിന്റെ ആ ഒരു ഫയൽ ഫുട്ടേജിലേക്ക് കൂടി നമുക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ദൃശ്യങ്ങൾ. എനിക്ക് ഉടമസ്ഥനെ കൊണ്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒരാൾ പറഞ്ഞു ഒറ്റയ്ക്കുന്നല്ല പറയുന്നത്. ആയിക്കോട്ടെ, നമ്മളിത് പഠിപ്പിച്ചിട്ട് തന്നെ വരുന്നത് ചേട്ടാ. നിങ്ങളുടെ പദ്ധതി പ്രദേശം അല്ലത്. ഇത് ഞാൻ വർക്കെടുത്ത സ്ഥലമാണ്. എനിക്ക് ചെയ്യാനറിയാം. നിങ്ങൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്? ഞാൻ രജിസ്റ്റർ ചെയ്ത വർക്കാണ്. എനിക്ക് നിങ്ങളെല്ലാം അറിയാം. ഞാൻ ചേട്ടാ ഇവിടെ കയറി ഡയലോഗ് അടിക്കല്ലോ. എന്ത് വർക്കാണ്? ഞാൻ ലോഡ് ഇറക്കാനല്ല, ഞാൻ ഈ വർക്ക് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇറക്കാനും അറിയാം. അങ്ങനെ ഇറക്കും. ചേട്ടൻ നിയമം പഠിപ്പിക്കല്ലേ? ചേട്ടൻ നിയമം അറിയില്ല, ചേട്ടൻ നിയമം പഠിപ്പിക്കില്ല. ഞാനാണ് ഈ വർക്ക് പിടിച്ചത്. എന്റെ കമ്പനിയിലെ ആൾക്കാർ, എന്റെ കമ്പനിയിലെ പണിക്കാർ തർക്കും. ആയിക്കോട്ടെ, നിയമം ചേട്ടൻ പഠിപ്പിക്കല്ലേ കേട്ടോ. നിയമം പഠിപ്പിക്കില്ല. നമുക്ക് കാണാമല്ലോ വണ്ടി എടുക്കാം. ഇതാണ് ചൊവ്വാഴ്ച നടന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി ആ ലോഡ് അവിടെ തന്നെ കിടക്കുകയാണ്. സജോ ദേവസ്യ, ഇവരിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന വർക്ക് ഇവർക്ക് എന്നാണത് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്? ഈ ഗ്ലാസിങ്ങിന് ഇവിടെ കിടന്നാൽ ആ പണിയും നടക്കില്ലല്ലോ. നമുക്ക് ചോദിക്കാം, നമ്മളെ അതായത് എന്താ നിങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം ജൂലൈ 30 നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. ഇന്ന് ചുരുങ്ങിയ ദിവസമുള്ളൂ. അപ്പോഴാണ് നമുക്കിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് 4 ദിവസം കൂടെ പോയി കഴിഞ്ഞു. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാക്കി വർക്കുകൾ നിൽക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി വർക്കുകൾ ചെയ്യാൻ. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് 4 ദിവസം വൈകി. ഈ പെനാൽറ്റി നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഇതാണ്. കാരണം അവരും ഓൾറെഡി അവരിയ്ക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഓൾറെഡി ലോക്കിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞ് എടുക്കണ്ട. അവർ നോട്ടീസ് പീരീഡിലാണ്. സോ അവർക്ക് ഇവിടെ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം ഞങ്ങൾ കൊടുക്കേണ്ട ഒരു സ്റ്റേജ് ആയി ഇപ്പോൾ. അവർ പറയുന്നത് അതായത് 30-നകം അല്ലേ, 30-നകം വർക്ക് തീർക്കേണ്ടതാണ്. 4 ദിവസം ഇതിനകം നഷ്ടപ്പെട്ടു എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇരുവിഭാഗവും തമ്മിൽ എന്തെങ്കിലും ഒരു സമയത്ത് 30-ാം തീയതിയാണ് ഇനിയിപ്പോൾ 5 ദിവസത്തിനകം ഈ വർക്ക് തീർത്തു കൊടുക്കണം. ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ അവർക്ക് അത്രയും ദിവസം കിട്ടിയേനെ. അപ്പോൾ സമയത്ത് തീർത്തു കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഫൈനും ഈ സംരംഭകർ കൊടുക്കേണ്ടി വരും. സമയബന്ധിതമായിട്ടാണല്ലോ വർക്ക് എടുക്കുന്നത്. ഉറപ്പായും, കാരണം അവർ യുവ സംരംഭകരാണ്. ഇന്റീരിയർ ഡിസൈനിങ് രംഗത്ത് കുറച്ച് നാളായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ദീർഘമായ പല വർക്കുകളും അവർക്ക് ലഭിക്കാറുണ്ട്. അതൊക്കെ തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കുകളാണ്. അതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുക എന്നത് അവരുടെ സംരംഭത്തിൽ തന്നെ
ബാധിക്കുന്നതാണ് എന്നാണ് അവരുടെ വാദം. അതായത് ഇത്തരം ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം സംരംഭങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് പറയുന്നു. കോടതിയിൽ അതല്ല, ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ കഴിയും, അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സംരംഭകർ പറയുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായില്ല. ഈ ഗ്ലാസ് ക്യാച്ചർ വെച്ച് ഇറക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യമില്ല, നാളുകളായി ഇത്തരം ഈ രംഗത്തുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇറക്കാമെന്നും അവർ പറയുന്നു. പക്ഷേ ഇതിപ്പോൾ തൃശങ്കുവിലാണ് കാര്യങ്ങൾ. കാരണം ഈ വർക്ക് നടക്കണം, ഏതെങ്കിലും നിലയ്ക്ക് സംരംഭങ്ങൾ തടസ്സപ്പെടാനേ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ലല്ലോ. ആ സംരംഭകർക്ക് നമുക്ക് മന്ത്രി പി രാജീവിന്റെ അടക്കം പ്രതികരണത്തിലേക്ക് പോകാവുന്നതാണ്. ഒരു വ്യവസായത്തിന്റെ ഭാഗമാണ്, സംരംഭകരുടെ വ്യവസായമാണ്, യുവ സംരംഭകരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്, ഒരു ഭാഗത്ത് തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി യൂണിയനാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് വ്യവസായ മന്ത്രി പി രാജീവിന് പറയാനുള്ളത് എന്നതുകൂടി നമുക്കറിയണം. ഗ്ലാസ് പൊട്ടിയാൽ വലിയ നഷ്ടമാണ് എന്നത് മാത്രമല്ല, ഈ ഗ്ലാസ് ഇറക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അത് അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആകുമ്പോൾ അത് ഇറക്കുന്നതിന് സ്കിൽഡ് ലേബറാണ് വേണ്ടത്. ആ സ്കിൽഡ് ലേബർ ഇവർക്ക് അറിയാമെങ്കിൽ ഇവർ ഇറക്കിക്കോട്ടെ, അതിനാവശ്യമായ സാമഗ്രികൾ ഉണ്ടെങ്കിൽ ഇറക്കിക്കോട്ടെ എന്നതാണ് സ്ഥാപനം പറയുന്നത്. മറുഭാഗത്ത് തൊഴിലാളികളും നോക്കുകൂലി ചോദിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ പൂൾ ഏരിയയാണ്, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വർക്കും ഞങ്ങളാണ് ചെയ്തത്, ആ ഭാഗങ്ങളിലുള്ള കെട്ടിടങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അതൊക്കെ ഇറക്കി ഞങ്ങൾക്ക് ഇവിടെ ഇറക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നതാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്.